ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്നിവരെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വിട്ടു. ഒരു ദിവസത്തേക്കാണ് കസ്റ്റഡി. കൊല്ലം വിജിലൻസ് കോടതിയാണ് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടത്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് അരുൺരാജ് ചേരുന്നു. അരുൺരാജ്, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദിലീപ് കുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലിനാണ് പ്രതികളെ ഇപ്പോൾ ഒരു ദിവസത്തേക്ക് SITയുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഒന്നാം പ്രതിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, സ്വർണ്ണ വ്യാപാരിയും ജ്വല്ലറി ഉടമയുമായ ഗോവർദ്ധൻ എന്നിവരെയാണ് കൊല്ലം വിജിലൻസ് കോടതി ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിൽ വിട്ടത്. സ്വർണം വേർതിരിച്ചതിലും സ്വർണം വിതരണം ചെയ്യുന്നതിലും ഇവർക്ക് പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ് സ്വർണ്ണ വ്യാപാരിയും സ്വർണ്ണ ജ്വല്ലറി ഉടമയുമായ ഗോവർദ്ധന്റെ ഇടപാടുമടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് SITയുടെ പ്രധാനപ്പെട്ട കാര്യം. ഈ മൂന്ന് പേരെയും ഒരുമിച്ചെത്തി ചോദ്യം ചെയ്യും. കൊല്ലത്ത് വെച്ചായിരിക്കും ഈ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വർണം എവിടെയെല്ലാം എത്തിച്ചുവെന്നും രാഷ്ട്രീയ ഉന്നതല ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നീ കാര്യങ്ങൾ വ്യക്തത വരുത്തുകയാണ് അന്വേഷണ സംഘം ചെയ്യുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഈ പ്രതികളിൽ നിന്നും ഒരുമിച്ചെത്തി ചോദ്യം ചെയ്യുമ്പോൾ ലഭിക്കും എന്നുള്ള വിവരമാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ ശ്രീകുമാറിനെയും ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. സ്വർണം കടത്തിയതായി പറയുന്ന സമയം ഈ ദ്വാരപാല ശില്പങ്ങൾ അടക്കം സ്വർണം കടത്തിയ സമയത്ത് അന്നത്തെ ഉദ്യോഗസ്ഥനായിരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ നിർണായകമായ സ്വാധീനം ഉണ്ട്. അതിനാൽ ഇദ്ദേഹത്തിന് നിലവിൽ റിമാൻഡ് കാലാവധി എക്സ്റ്റെൻഡ് ചെയ്യാനായിരിക്കും നിലവിൽ സാധ്യത. ഇതുമായി ബന്ധപ്പെട്ട N വിജയകുമാറിന്റെ ജാമ്യാപേക്ഷയും കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. വിശദമായ വാദത്തിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കോടതി വിധി പ്രസ്താവം നടത്തുക. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്നിവരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ കൊല്ലം വിജിലൻസ് കോടതി വിട്ടു. വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന് അരുൺരാജ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.